പാലക്കാട് ചികിത്സാ പിഴവിൽ കൈമുറിച്ചു മാറ്റിയ 9-കാരിക്ക് വീടൊരുങ്ങും. മലപ്പുറം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റാണ് സ്വപ്നഭവനത്തിനായി കൈകോർക്കുന്നത്. വീട് വെക്കാനുള്ള സ്ഥലത്തിനായുള്ള അന്വേഷണത്തിലാണ് അവർ. കളിക്കുന്നതിനിടെ വീണ് കൈപൊട്ടുകയും പിന്നീട് കൈമുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്ത പാലക്കാട് സ്വദേശിനിയായ 9 വയസ്സുകാരി ഓർമ്മയില്ലേ? ആ കുഞ്ഞിന് സ്നേഹസഹായങ്ങളുമായി ഒരുപാട് പേരാണ് മുന്നിലേക്ക് എത്തുന്നത്. ഷെൽട്ടർ ഇന്ത്യ എന്ന് പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റ്, മലപ്പുറം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണിപ്പോൾ ഈ കുടുംബത്തിന് സ്നേഹവീട് നിർമ്മിച്ച് നൽകാനായി രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞിൻ്റെ കുടുംബത്തിനൊരു വീട് അവരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ഇപ്പോൾ ചികിത്സാ ചെലവിനിടയ്ക്ക് അങ്ങനൊരു സ്വപ്നം കൂടി സാക്ഷാത്കരിക്കാൻ പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഞങ്ങൾ നേരത്തെ അവരിവിടെ ഫസ്റ്റ് ഡേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ അവരെ പോവുകയും സന്ദർശിക്കുകയും കാണുകയൊക്കെ ചെയ്തിരുന്നു. അതോടനുബന്ധിച്ച് ഞങ്ങളുടെ ഫീൽഡ് സർവീസ് ടീം ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഞങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ നേരത്തെ ഉണ്ട്. ആ സമയത്ത് തന്നെ അവരിവിടെ അഡ്മിറ്റ് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോയി കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിയിരുന്നു. ആ സമയത്തിന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇനി അങ്ങോട്ടുള്ളത്, നമുക്ക് നമ്മളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. എല്ലാ സഹായവും അന്ന് തന്നെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്നേഹവീട് പദ്ധതിയുമായി കണക്ട് ചെയ്ത് ഞങ്ങൾ ഓൾറെഡി 420-ലേറെ വീടുകൾ കേരളത്തിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായി. അപ്പം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്നേഹവീട് അവർക്ക് നൽകാം എന്ന് പിന്നെ ട്രസ്റ്റ് തീരുമാനിക്കുകയായിരുന്നു. ഈ സ്നേഹവീട് എന്ന് പറയുമ്പോൾ ഈ വീട്ടുകാർക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ കുറവാണ്, സ്ഥലമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഇനി സ്ഥലം കണ്ടെത്തുക, വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് കൂടി മുന്നിലുണ്ട്. അതെങ്ങനെയായിരിക്കും നിങ്ങൾ മറികടക്കുക? സത്യത്തിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം സ്ഥലം ഉള്ള ആളുകൾക്ക്, സ്വന്തം പേരിൽ സ്ഥലമുള്ള 3-4 സെൻറ്റ് സ്ഥലമുള്ള ആളുകൾക്കാണ് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നത്. ഇവരുടെ കേസിലും ഞങ്ങൾ ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളോട് ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ ഇത്തരം സഹായങ്ങൾ നൽകാൻ താല്പര്യമുള്ള മനസ്സുകളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവർക്കൊരു സ്ഥലം അവരുടെ പേരിൽ വേണം. ഞങ്ങളുടെ പോളിസി പ്രകാരം ഞങ്ങൾക്ക് സ്ഥലം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്ഥലം ലഭ്യമാകുന്ന മുറക്ക് നമ്മൾ എന്തായാലും അത് ഇത്രയും പെട്ടെന്ന് പണി തുടങ്ങുന്നുള്ള നിലക്കാണ് നമ്മളതിൽ. ആരെങ്കിലും സ്ഥലം എന്തായാലും തരണമല്ലേ നിങ്ങൾക്ക്? ഞങ്ങളിപ്പോൾ അന്വേഷണത്തിലാണ് അതിൻ്റെ, അവരും അന്വേഷിക്കേണ്ടത് നമ്മളും അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അത് ലഭ്യമാകുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ വർക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കുഞ്ഞിന് കൃത്രിമ കൈ ലഭിക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ അവർക്ക് കയറി കിടക്കാൻ ഒരു വീട് കൂടിയാവുന്നു. എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം? എങ്ങനെയായിരുന്നു? അവർ തികച്ചും സന്തോഷത്തിലാണ്. ഞങ്ങൾ ആക്ച്വലി ഇന്നിപ്പോൾ ഈ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ പാലക്കാട്ടിലേക്ക് പോവുകയാണ് അവരെ കാണാൻ. അപ്പോൾ അവരെ കണ്ട് കൂടെ ആ പ്രദേശവാസികളുടെ ഒരു ചെറിയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കും. കൂടെ അവിടെ ഇവർക്ക് വീട് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇന്ന് പോകുന്നത്. അപ്പം ആ പ്രദേശം അല്ലെങ്കിൽ ആ മനസ്സിലുള്ള കുറേ ആളുകളും അല്ലെങ്കിൽ സംഘടനകൾ, വേറെ ഏതെങ്കിലും സംഘടനകളൊക്കെ സ്ഥലം വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ആ സ്ഥലം റെഡി ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കാനാണ്, ആരംഭിക്കാനാണ് നമ്മുടെ പദ്ധതി. അപ്പോൾ എന്തായാലും ഒരു സമയത്ത് നമ്മളുടെയൊക്കെ ഒരു കണ്ണീരായ അല്ലെങ്കിൽ വേദനയായ ഒരു കുഞ്ഞായിരുന്നു. ചികിത്സാ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ കൈപ്പിഴ കൊണ്ട് ഒരു ബാല്യം നഷ്ടപ്പെടുമെന്ന് കരുതിയെടുത്തതെന്നാണ് കുഞ്ഞിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, കുടുംബത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരുപാട് പ്രതിപക്ഷ നേതാവ് അടക്കം മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ ഒരു വീട്, സ്വന്തമായൊരു വീട് കൂടി അവർക്ക് ഉണ്ടാക്കുന്നു. ഇനി വേണ്ടത് അവർക്കൊരു സ്ഥലമാണ്. ആ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഷെൽട്ടർ ഇന്ത്യയുടെ ഭാഗമായി ഒരു നല്ലൊരു വീട് കൂടി അവർക്ക് ലഭിക്കും. അപ്പോൾ അതിന് ഇനി ബാക്കിയുള്ളവർ കൂടി കഴിയാവുന്നവരൊക്കെ ആ സഹായവും ഇവർക്ക് ലഭ്യമാക്കണമെന്നാണ് നമ്മളും അഭ്യർത്ഥിക്കുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.